നമസ്കാരം. വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതും ഏവരും ആഗ്രഹിക്കുന്നതുമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാകുന്നു. വീട്ടിൽ വാസ്തു നോക്കുന്നത് പോലെ തന്നെ ചില വാസ്തു സസ്യങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് ഏവരും അറിഞ്ഞിരിക്കേണ്ടതും അനിവാര്യമാണ്. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യാത്മകത കൂട്ടിച്ചേർക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിൽ സന്തോഷവും പോസിറ്റീവായ എനർജിയും വർദ്ധിപ്പിക്കുന്ന ചിലതുണ്ട്. അവയ്ക്ക് ചെടികൾ വളരെ മികച്ചതാണ് എന്നതാണ് പറയുക. പൂന്തോട്ട പരിപാലനത്തിനായി സമയം ചെലവഴിക്കുന്നവർ ഇനി വീട്ടിൽ ചെടി വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഐശ്വര്യം നൽകുന്നതായ ചെടികൾ വയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയുന്ന സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഗുണങ്ങൾ എന്താണ് എന്ന് വച്ചാൽ, നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും കുടുംബത്തിൽ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അവ ഏതെല്ലാം സസ്യങ്ങളാണ് എന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഗുണകരമായ മാറ്റങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുബേരദേവനെ ഒരു നിമിഷം വന്ദിക്കുക. ഓം കുബേരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ സസ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഓർക്കിഡാണ്. ഏറ്റവും ഫലപ്രദമായ വാസ്തു സസ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പൂച്ചെടി തന്നെയാണ് ഓർക്കിഡ്. ഈ ചെടി പരിപൂർണതയെ സൂചിപ്പിക്കുന്നതാണ്. വിവാഹങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും ഓർക്കിഡുകൾ സ്വീകരിക്കുന്നതിനോ സമ്മാനം നൽകുന്നതിനോ ഉള്ള കാരണം ഇത് സന്തോഷം പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ സന്തോഷം നൽകുന്നു എന്നുള്ളതാണ്. തെക്ക് പടിഞ്ഞാറ് അഥവാ നിങ്ങളുടെ കന്നിമൂല ദിശയിൽ ഈ സസ്യം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും മികച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ആ കുടുംബത്തിന് പ്രധാനമായും കൈവരിക്കുവാൻ സാധിക്കുന്നത് ഐശ്വര്യം തന്നെയാണ്. പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ്. അതിനാൽ ഈ സസ്യം ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നട്ട് വളർത്താവുന്നതാണ്. മറ്റൊരു സസ്യം ജമന്തിയാണ്. ജമന്തി പൊതുവിൽ ഏവരുടെയും വീടുകളിൽ കാണുവാൻ സാധ്യത ഒരല്പം കൂടുതലുള്ള സസ്യമാണ്. എന്നാൽ ഈ സസ്യം വളർത്തുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന ദിശയ്ക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് കൂടുതൽ ഉത്തമമായി തീരും. നിങ്ങളുടെ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞ ഒരു സ്ഥലമുണ്ട് എങ്കിൽ അവിടെ ഒരു ജമന്തി ചെടി നടുന്നത്, അല്ലെങ്കിൽ ജമന്തി ചെടികൾ നടുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഊർജസ്വലതയും ഊർജവും പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. പരിസ്ഥിതിയെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും, അതായത് വിഷലിപ്തമാക്കുകയും നിങ്ങളുടെ സ്ഥലത്തിൽ പോസിറ്റീവായ ഊർജം നാൾക്കുനാൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സസ്യവും വീടുകളിൽ വളർത്തേണ്ടതായ ഒരു സസ്യവുമാണ് ജമന്തി. നിങ്ങൾ തീർച്ചയായും നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. ആര്യവേപ്പ്. ആര്യവേപ്പിന് വളരെ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിലെ ഏറ്റവും മികച്ചതായ സസ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് ആര്യവേപ്പ്. ഇത് ധാരാളം ആരോഗ്യാവസ്ഥകൾക്ക് സഹായകരവുമാണ്. വേപ്പ് മരം പോസിറ്റീവ് ഊർജത്തിൽ അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും വീടുകൾക്ക് പോസിറ്റീവായ ഊർജം ഇരട്ടിയായി നൽകുവാൻ സഹായിക്കുന്ന ഒരു സസ്യമാണ്. വേപ്പുമരം പോസിറ്റീവ് ഊർജത്തിന് സഹായിക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ കിടപ്പുമുറി സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നടുകയാണ് എങ്കിൽ അത് ഐശ്വര്യം വർദ്ധിപ്പിക്കും എന്നാണ് പറയുക. സർവ്വ ഐശ്വര്യം തന്നെ ആ വീടിന് നൽകുവാൻ സാധിക്കും. ദേവീ കടാക്ഷവും ആ വീടുകളിൽ ഉണ്ടാകുന്നതാണ്. തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏവരും ആര്യവേപ്പ് വീടുകളിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഴ. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു സസ്യം തന്നെയാണ് വാഴ. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്
വാഴ, ഇവയുടെ ഇലകൾ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്ന ശുഭപ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും വിശേഷവുമാണ്. വാസ്തുവിന്റെ കാര്യം വരുമ്പോൾ വാഴ നടുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് സർവ്വ ഐശ്വര്യം തന്നെ പ്രദാനം ചെയ്യാം. പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. വടക്ക് കിഴക്കൻ ദിശയിൽ മാത്രം നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് മാനസികപരമായ കാര്യങ്ങൾ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ ഉത്തമമാകുന്നു. അതിനാൽ ഈ ദിശയിൽ നട്ടു വളർത്തുവാൻ മാനസികപരമായ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചും ഈ ദിശയിൽ നട്ടു വളർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെല്ലി, നെല്ലിമരവും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള ഭഗവാന്റെ പ്രിയപ്പെട്ടതായ വൃക്ഷങ്ങളിൽ അഥവാ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. വീടിന്റെ വടക്കു ഭാഗത്ത് നിങ്ങൾ മഹാലക്ഷ്മി സങ്കല്പത്തിൽ 2 നെല്ലി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരവുമാണ്. ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. നെല്ലിമരം തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം ചെയ്യുക. ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു സസ്യം കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങൾ പ്രധാനമായും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ഒരു സസ്യമാണ്. കറ്റാർ വാഴ മുറിവുണക്കൽ, ചർമ്മത്തെ പോഷിപ്പിക്കുന്നത് മുതൽ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നത് വരെ സഹായിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത്. കറ്റാർ വാഴ പ്ലാൻ വീട്ടിൽ വയ്ക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട ദാമ്പത്യ ജീവിതം കൂടുതൽ അനുകൂലമായി തീരും. ഐക്യം വർദ്ധിപ്പിക്കുവാനും സ്നേഹം നിറയ്ക്കുന്നതിനും കാരണമായി തീരും എന്നാണ് പറയുക. അതിനാൽ ദാമ്പത്യ ജീവിതം കൂടുതൽ സുന്ദരമായി തീരാം. വാസ്തുപ്രകാരം അഥവാ വാസ്തുവിദഗ്ധരുടെ അഭിപ്രായത്തിൽ കറ്റാർ വാഴ പ്ലാന്റ് വീടിന്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ശരിയായ ദിശയിൽ സ്ഥാപിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി പോസിറ്റീവായ ഊർജം, പോസിറ്റീവായ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരുന്നതിന്, പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക. അതിനാൽ അത്രമേൽ പ്രാധാന്യമുള്ള സസ്യം നിങ്ങൾ വീടുകളിൽ വളർത്തുവാൻ ശ്രമിക്കുക. മാവ്, മാവ് വലിപ്പമുള്ള ഒരു വൃക്ഷം തന്നെയാണ്. വീടിന്റെ പ്രധാന കവാടത്തിൽ നടുന്നത് എന്തുകൊണ്ടും വളരെ ശുഭകരമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ പോസിറ്റീവായ എനർജിയും കൊണ്ടുവരും എന്നതാണ് വാസ്തവം. എന്നാൽ വീടിന്റെ പ്രധാന വാതിൽ മറയും വിധം ഒരിക്കലും നടാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം. വീട്ടിലേക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമായി തീരും. പൂന്തോട്ടത്തിന്റെ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് കോണിൽ മാവ് നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. കിഴക്ക് ഭാഗത്തും പ്ലാവും, വടക്ക് ഭാഗത്ത് മാവും, പടിഞ്ഞാറ് ഭാഗത്ത് തെങ്ങും, തെക്ക് പുളിയും നട്ടു വളർത്തുന്നത് ഏറ്റവും ഉത്തമമായ ഫലം നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുക. തുളസി, അതിരാവിലെ 6 മണിക്ക് മുൻപ് തുളസിക്ക് ജലം ഒഴിക്കുകയും 3 തവണ വലം വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആഗ്രഹ സാഫല്യം സംഭവിക്കും എന്നാണ് പറയുക. തുളസി വീട്ടിലെ ഏറ്റവും മികച്ചതായ ഒരു വാസ്തു സസ്യമാണ്. മെഡിക്കൽ ഗുണങ്ങൾ കൂടാതെ തുളസി മാനസിക ആരോഗ്യത്തിനും സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടാതെ ആരോഗ്യപരമായ ഉയർച്ചയും പ്രദാനം ചെയ്യുന്ന ഒരു സസ്യം കൂടിയാണ് ഇത്. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഈ ചെടി നടുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ ഇവിടെ നടുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തുളസി ചെടി തെക്ക് ദിശയിൽ നട്ടുപിടിപ്പിക്കരുത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ നിങ്ങൾ നട്ടു വളർത്തുന്നു എങ്കിൽ വീടിന്റെ മറ്റ് ദിശകളിൽ വരുന്നതിൽ തെറ്റില്ല. അതല്ലാതെ മറ്റ് ദിശകളിൽ മാത്രമായി വളർത്തുന്നത് ശുഭകരമല്ല. മുള, എല്ലാ ആകൃതിയിലും വലുപ്പത്തിലും വരുന്നതായ മുള മറ്റൊരു സസ്യമായ മുള വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ശ്രദ്ധിച്ച് നടുകയാണ് എങ്കിൽ
ഭാഗ്യം കൈവരിക്കുവാൻ ഏറ്റവും ശുഭകരമായ ഒരു സസ്യമാണ്. ആളുകൾ മുളച്ചെടിയുടെ ചുറ്റും ചുവന്ന റിബൺ കെട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. വീടിൻ്റെ ഏത് ദിശയിലും നിങ്ങൾക്ക് മുള നടാവുന്നതുമാണ്. എന്നിരുന്നാലും ആരോഗ്യപരമായ വശങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് മുള നട്ടു വളർത്താവുന്നതുമാണ്. ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുവാനും ഏറ്റവും ഉത്തമം തന്നെയാണ് മുള. ഈ പരാമർശിച്ചിരിക്കുന്നതായ സസ്യങ്ങൾ എല്ലാം വീടുകളിൽ വളർത്തുവാൻ സാധിച്ചില്ല എങ്കിലും സാധിക്കുന്നവ തീർച്ചയായും വീടുകളിൽ വളർത്തുക.